ഹലോ നമസ്കാരം. ഇല്ലുസ്ട്രേറ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് പേജ് സെറ്റ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ CMYK എന്താണെന്നും RGB എന്താണെന്നും നമ്മുടെ രീതിയിൽ എങ്ങനെ പേജ് സെറ്റ് ചെയ്യാമെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് ടൂൾസ്, ഈ ടൂൾസ് എല്ലാം എങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് സെലക്ഷൻ ടൂൾ എന്താണെന്നും ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്താണെന്നും ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ബാക്കി ടൂൾസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വരും ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് സമയം കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഒരു റെക്ടാങ്കിൾ ടൂൾ ഞാൻ ഇവിടുന്ന് വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെക്ടാങ്കിൾ ടൂൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊരു ടൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഞാനിവിടുന്ന് റെക്ടാങ്കിൾ ടൂൾ എടുക്കണമെന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് പോലെ ഞാൻ ഇവിടുന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒബ്ജക്റ്റ് പോലെ വരച്ചു കൊടുക്കുന്ന സമയത്ത് എന്തായി, ഒരു റെക്ടാങ്കിൾ ടൂൾ എന്തായിട്ടുണ്ട്, ഇവിടുന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരെ സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. പ്രത്യേകം നോക്കുക, കീബോർഡിൽ V അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ആയിക്കോളും. ഓരോ ടൂളിൻ്റെയും ഷോർട്ട് കീ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് എന്താവും, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണ്ട, ഓരോ ടൂളിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഈ ഒരു ടൂളിലാണ് നിൽക്കണമെങ്കിൽ, ടെക്സ്റ്റ് ടൂളിലാണ് നിൽക്കണമെങ്കിൽ കീബോർഡിൽ ജസ്റ്റ് ഒന്ന് V അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, സെലക്ഷൻ ടൂളിലേക്ക് എന്തായിക്കോളും, അത് കൺവേർട്ട് ആയിക്കോളും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഷോർട്ട് കീ തന്നെ യൂസ് ചെയ്ത് പോകാൻ നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സെലക്ഷൻ ടൂൾ എടുക്കുന്നുണ്ട്. സെലക്ഷൻ ടൂൾ എടുക്കുന്ന സമയത്ത് എന്തായി, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, ഈ ഒബ്ജക്റ്റ് എന്താവും, സെലക്ട് ആവും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് 4 പോയിന്റുകൾ കാണാൻ പറ്റും. ഈ 4 പോയിന്റുകൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, കർവ് ചെയ്യണമെന്ന് വയ്ക്കാം. ഈ ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കർവായിട്ടുള്ള ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റായിട്ട്, റൗണ്ടായിട്ടുള്ള കോർണറാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അതിനായിട്ട് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, കർവ് ആയിക്കോളും. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായി, 4 സൈഡും ഓരോ രീതിയിലാണ് എന്താവുന്നത്, ഇവിടുന്ന് കർവാകുന്നത്. എനിക്ക് ഒരു ഏരിയ മാത്രം, അതായത് ഇപ്പോൾ ഈ ഒരു ഏരിയ മാത്രം കർവ് ചെയ്താൽ മതി എന്ന് വയ്ക്കുക, ഈ ഒരു കോർണർ മാത്രം കർവ് ചെയ്താൽ മതി എന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ചൂസ് ചെയ്ത ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർവ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഈ ഒരു ഏരിയയാണ് കർവ് ചെയ്യേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്യുക, കർവ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ഏരിയ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കർവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കർവ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കി ഒരു മൂലയിൽ വയ്ക്കുന്ന സമയത്ത്, ഒരു കോർണറിൽ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് എന്താവും, ട്രാൻസ്ഫോം ടൂളായിട്ട് മാറാണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വലുതാക്കണം, നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാനും ചെറുതാക്കണം നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു രീതിയിലല്ല എന്താകുന്നത്, ഇത് വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, 4 സൈഡും ഈക്വലായിട്ടാണ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന സമയത്ത് എന്താവും, ഈക്വലായിട്ട് എന്തായിക്കോളും, അത് സമമായിട്ട് എന്തായിക്കോളും, അത് വലുതാവുകയും ചെറുതാവുകയും ചെയ്യിക്കോളും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതാക്കാനും വലുതാക്കുന്ന സമയത്ത് ഒരു കോർണർ ബേസ് ചെയ്തതാണ് എന്താവുള്ളൂ, ഇവിടുന്ന് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുള്ളൂ. ഈ ഒരു കോർണറിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഏരിയ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. അങ്ങനെ ഓരോ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം ആ ഒരു ടൂൾ വെച്ചിട്ട്. ഈ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താവും, ഈക്വലായിട്ട് എന്തായിക്കോളും, വലുതാവുകയും ചെറുതാവുകയും ചെയ്തോളും. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് എന്താവും, അത് റൊട്ടേഷൻ ടൂളായിട്ട് മാറും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മൾ ട്രാൻസ്ഫോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്ര ഡിഗ്രിയിലാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. എനിക്കിപ്പോൾ ഒരു 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 45 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, 45 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, 360ൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സെലക്ഷൻ ടൂൾ എടുക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ എന്താവും, ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് മാറിക്കോളും. അതായത് ഇപ്പോൾ വിഡ്ത്ത് 428.57,
ഹൈറ്റ് 428.57. അതായത് ഇപ്പോൾ ഈക്വലായിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് 423 ആണെങ്കിൽ ഹൈറ്റ് എത്രയാണ്, 435. അങ്ങനെ വരുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റെക്ടാങ്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ ഒബ്ജക്റ്റ് വരച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ അടുത്ത് പറയുന്ന ടൂളാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കിയും ചെറുതാക്കിയും അതേപോലെ തന്നെ കോർണേഴ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്ത് കൊടുത്തത്, സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് കൊടുത്തത്. ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഒബ്ജക്റ്റാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കീ നോക്കുക, കീബോർഡിൽ എ ആണ്. എ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സെലക്ഷൻ ടൂളിലേക്ക് എന്തായിക്കോളും, കൺവേർട്ട് ആയിക്കോളും. ഓക്കെ, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ഒരു ആങ്കർ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് പല ഒബ്ജക്റ്റാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് പല ഷേപ്പുകളാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, പല ഷേപ്പുകളാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കൂടുന്ന എലിപ്സ് ടൂൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേറൊരു ഒബ്ജക്റ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു ടൂളുകളെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. റെക്ടാങ്കിൾ ടൂൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. എലിപ്സ് ടൂൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ഒബ്ജക്റ്റാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ മൗസൊക്കെ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്കൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല വെറൈറ്റി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് പറ്റും, മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേറ്ററിൽ ടൂൾ ബോക്സിലെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഈ ഒരു കസ്റ്റമായിട്ടുള്ള ഓപ്ഷൻ ഒബ്ജക്റ്റുകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് മൊത്തം സെലക്ട് ചെയ്തു. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിക്കോളും, ഓൾറെഡി മൊത്തം പേജിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത് അത് മൊത്തം സെലക്ട് ആയിക്കോളും. അതുല്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, കീബോർഡിൽ കൺട്രോൾ എ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പേജിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത് അതെന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ടും സെലക്ട് ആയിക്കോളും. കീബോർഡിൽ ഡിലീറ്റ് അടിച്ചിട്ട് എന്താവും, ആ ഒരു സെലക്ട് ആയ ഒബ്ജക്റ്റ് എന്തായിക്കോളും, ഡിലീറ്റ് ആയി പോയിക്കോളും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് സെലക്ഷൻ എന്താണെന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണം, കുറച്ച് ഒബ്ജക്റ്റുകൾ ഞാൻ ഇവിടുന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒബ്ജക്റ്റുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇവിടുന്ന് കുറച്ച് എലിപ്സ് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, വരയ്ക്കുകയാണ്. മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. കൺട്രോൾ എ അടിച്ച് മൊത്തം സെലക്ട് ചെയ്യാണ്. കീബോർഡിൽ കൺട്രോൾ ജി അടിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കൺട്രോൾ ജിയുടെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്കുക എന്നതാണ്. ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കീ ആണ് കൺട്രോൾ ജി. അപ്പം ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായിക്കോളും, ബാക്കി എല്ലാ ഒബ്ജക്റ്റും എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, സെലക്ഷൻ ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്ത് മാറ്റാനായിട്ട് എന്തായിക്കോളും, എളുപ്പമായിരിക്കും. അതായത് നമ്മൾ ഓരോ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണ്ട, ഈ രീതിയിൽ മാറ്റി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണ്ട, സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, കൺട്രോൾ എ അടിക്കാം, കൺട്രോൾ ജി അടിച്ചിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഗ്രൂപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് എന്തായിരിക്കുള്ളൂ, എളുപ്പമായിരിക്കുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പാക്കി കൊടുക്കുക. ഇനി പണ്ടത്തെ പോലെ അൺഗ്രൂപ്പ് ചെയ്യണം. അതായത് പണ്ടത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പാക്കി കൊടുത്താൽ മതി. ഷിഫ്റ്റ് കൺട്രോൾ ജി ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കീ കൺട്രോൾ ജി ആണെങ്കിൽ അൺഗ്രൂപ്പിൻ്റെ ഷോർട്ട് കീ എന്താണ്, ഷിഫ്റ്റ് കൺട്രോൾ ജി ആണ്. ഈ ഷിഫ്റ്റ് കൺട്രോൾ ജി അടിക്കുന്ന സമയത്ത് എന്തായി, ഓട്ടോമാറ്റിക്കായിട്ടും അൺഗ്രൂപ്പ് ആയിക്കോളും. അതേപോലെ തന്നെ എന്തായിക്കോളും, പണ്ടത്തെ പോലെ തന്നെ ഓരോ ഒബ്ജക്റ്റുകളായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കോളും, സെലക്ഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പറഞ്ഞതുപോലെ ഗ്രൂപ്പ് സെലക്ഷനിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ എ അടിച്ച് മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ജി അടിച്ച് ഞാൻ ഇവിടുന്ന് ഗ്രൂപ്പ് ആക്കുന്നുണ്ടെന്ന് പറയും. ഓക്കെ,
ഇനി ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ഇവിടുന്ന് എല്ലാ ഒബ്ജക്റ്റും എന്തായിക്കോളും സെലക്ഷൻ ആയിക്കോളും. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് ടൂൾ എടുത്തിട്ട് അതായത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണ്ട, നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്തായിക്കോളും, ഇവിടുന്ന് എല്ലാ ഒബ്ജക്റ്റും എന്തായിക്കോളും സെലക്ഷൻ ആയിക്കോളും. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, കൺട്രോൾ എ അടിച്ച് മൊത്തം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്നായിരുന്നു. ഓക്കെ, ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് അതായത് ഇപ്പോൾ മൊത്തം ഒന്ന് ഗ്രൂപ്പാക്കി കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താക്കി കൊടുക്കുന്ന സമയത്ത് എന്തായിക്കോളും, എല്ലാ ഒബ്ജക്റ്റുകളും എന്തായിക്കോളും ഗ്രൂപ്പ് ആയിക്കോളും. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കി ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ടൂൾസുകൾ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകും.